ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 721 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനമാണ്. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 2015 ചെന്നൈ നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അനേകരെ അത് ബാധിക്കുകയും ചെയ്തു. തൻ്റെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ അയാളുടെ വീട്ടിൽ കഴിയുകയായിരുന്നു. പക്ഷേ വെള്ളം ഇരച്ചു കയറിയതോടെ അയാൾക്ക് അവിടം വിടേണ്ടി വന്നു. അന്ധനായിരുന്ന അയാൾ തൻ്റെ കയ്യിൽ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിട്ട് കഴുത്തോളം ആഴമുള്ളതായ വെള്ളത്തിലേക്ക് കാലെടുത്തു വച്ചു. കുഞ്ഞിനെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. ഭൂമിയിലുള്ള ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇത്രമാത്രം ഉത്കണ്ഠയുള്ളവനാണ് എങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ വഹിച്ചു എന്നും എങ്ങനെ വിടുവിച്ചു എന്നും മരുഭൂമിയിൽ ഭക്ഷണവും വെള്ളവും നൽകി എന്നും അവരുടെ ശത്രുക്കളോട് എങ്ങനെ യുദ്ധം ചെയ്തു എന്നും മേഘസ്തംഭത്തിലും അഗ്നിത്തൂണിലും എങ്ങനെ വഴി നടത്തിയെന്നും ഒക്കെ മോശ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വഴികളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് മോശ പറയുന്നതാണ് ഈ വചനം ആവർത്തനം 1:31. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം സധൈര്യം മുന്നേറുമ്പോൾ നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ കാക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.